ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ എന്നായിരുന്നു. അതിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ്, പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റെപ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ടത് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ് ഈ 3 മാത്രമേ ഉള്ളൂ. പ്രീ റൈറ്റിങ്ങിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എ ക്വസ്റ്റ്യൻ ഓർ ടോപ്പിക്, ദെൻ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം, ദെൻ നിങ്ങളുടെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, ടോപ്പിക്കായി കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ടോപ്പിക് തരുമ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ യു നീഡ് ടു പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ദ മെയിൻ ഐഡിയ ഓർ ദ മെയിൻ പോയിൻ്റ് ഓഫ് ദാറ്റ് എസ്സേ. Then the second step is writing. Writing എന്താണ്, frame the thesis statement and list the main point, draft the introductory paragraph, then draft the body paragraph, concluding paragraph, etc. Then the last step is revising. Revising means edit and revise your essay. Check for inconsistencies or tone or use of any taboos. നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ പാടില്ലാത്ത സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഓർ ടാബു വേർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റേണ്ടത് റിവൈസിങ്ങിലാണ്. ആൻഡ് യു നീഡ് ടു ചെക്ക് ദ സ്പെല്ലിംഗ്, ഗ്രാമർ, സ്ട്രക്ചർ ആൻഡ് റെഫറൻസിങ് ഓൾസോ. ഇതാണ് സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രിലിമിനറി സ്റ്റെപ്പാന്ന് പറഞ്ഞു. അതായത് എസ്സേ എഴുതാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് പ്രീ റൈറ്റിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടോപ്പിക്ക് കണ്ടുപിടിക്കാനും ഐഡിയാസ് ഗ്യാദർ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും എല്ലാറ്റിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ്, ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിങ്, ഔട്ട്ലൈനിങ് ആൻഡ് ഓർഗനൈസിങ് ഓർ ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കാം. ബ്രെയിൻ സ്റ്റോമിങ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി കണ്ടക്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പ്രൊജക്റ്റ് ടു ജനറേറ്റ് ഐഡിയാസ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ അതായത് പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ബ്രെയിൻ സ്റ്റോമിങ്. In business and organizational context, brainstorming is used as method to generate innovative ideas on an area of interest and sometimes to find leads to address problems, challenges or conflicts. അപ്പോൾ പറയുന്നത് നമുക്ക് ഐഡിയാസ് കിട്ടാൻ, ഇന്നോവേറ്റീവ് ഐഡിയാസ് കിട്ടാനൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് can be of great use as a pre-writing technique. Before you start writing, it is essential for you to gather ideas and get into the heart of your subject. അപ്പോൾ ഇതാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന സംഭവം. ഇനി അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ pre-writing technique. അതുപോലെ തന്നെ it is a method to generate innovative ideas on an area of interest and sometimes to find ideas or leads to address a problem. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നടുവിൽ ടോപ്പിക് എഴുതുന്നു. ടോപ്പിക് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പദസൂര്യൻ വരയ്ക്കുന്ന പോലെ നമ്മൾ ഓരോ ഓരോ ഇട്ടിട്ട് അവിടെയൊക്കെ നമ്മൾ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂപ്പ് എന്നാണ്. അപ്പോൾ സൂപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വേർഡ്സൊക്കെ അതിൻ്റെ ചുറ്റും എഴുതുന്നു. ദെൻ അത് കഴിഞ്ഞ് അങ്ങനെ ആ ഐഡിയാസ്, അങ്ങനെ വേർഡ്സ് ഇങ്ങനെ കുറേ എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ കീ വേർഡ്സ് സെലക്ട് ചെയ്ത് നമ്മളത് നമ്മുടെ എസ്സേക്കുള്ള ഐഡിയാസ് ആയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പം അങ്ങനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടോപ്പിക് കഴിഞ്ഞ് ഒരു സപ്പോർട്ടിങ് പോയിന്റിലോട്ട് പോയി ആ സപ്പോർട്ടിങ് പോയിന്റിനെ കുറിച്ച് പറ്റാവുന്നിടത്തോളം ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ എഴുതുന്നു. അങ്ങനെയാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് പോവുക. അപ്പോൾ അതായത് ഇങ്ങനെ വലുതായി അതായത് ഡെവലപ്പ് ചെയ്ത് പോവും. വി ഗെറ്റ് മോർ പോയിൻറ്റ്സ്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ എസ്സേക്ക് ആവശ്യമായ പോയിൻറ്റ്സ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നു. ദാറ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. ഇനി ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമുക്ക് വരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. 2 തരത്തിലുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഐഡിയാസാണ് ഇനി നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്.
ബ്രെയിൻ സ്റ്റോം അറൗണ്ട് ദ കീവേഡ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച ഒരു എക്സാമ്പിൾ. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് ദ കീവേഡ് ഓഫ് യുവർ എസ്സേ അറ്റ് ദ സെൻറ്റർ ആൻഡ് സർക്കിൾ ഇറ്റ് ആൻഡ് ഡ്രോ ആരോസ് ഫ്രം ദ സർക്കിൾ ആൻഡ് റൈറ്റ് ആസ് മെനി ആസ് വേർഡ്സ് യു ക്യാൻ റിമെമ്പർ റിലേറ്റഡ് ടു ദാറ്റ് കീവേഡ്. പിന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സണ്ണ് നമ്മൾ എഴുതി ഒരു വട്ടം വരച്ചിട്ട് ഇടുന്നു. ദെൻ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് വരും? സ്കൈ, സ്റ്റാർ, അങ്ങനെ പ്ലാനറ്റ്സ്, യൂണിവേഴ്സ്, അങ്ങനെ എഴുതി പോകുന്നു. അപ്പോൾ പ്ലാനറ്റ്സ് വരുമ്പോൾ നമുക്ക് എന്താണ് ബാക്കിയുള്ള പ്ലാനറ്റ്സിൻ്റെ പേര് ഓർമ്മ വരുന്നു. അപ്പോൾ അത് നമ്മൾ എഴുതുന്നു. മാർസ്, വീനസ്, പ്ലൂട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നു. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ വേറെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും തന്നെ ഡെവലപ്പ് ചെയ്ത് പോകുന്നതാണ് ഫസ്റ്റ് ടൈപ്പ്. അതായത് അറൗണ്ട് ദ കീവേഡ്, ബ്രെയിൻ സ്റ്റോം അറൗണ്ട് ദ കീവേഡ്. ഇനി നെക്സ്റ്റ് വൺ, ആൾട്ടർനേറ്റീവ്ലി യു ക്യാൻ മേക്ക് എ ലിസ്റ്റ് ഓഫ് കീവേഡ്സ്, ഫ്രേസസ് ആൻഡ് ഐഡിയാസ് റിവോൾവിങ് അറൗണ്ട് യുവർ ടോപ്പിക്. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്ക് ഒരു പേപ്പറിൽ എഴുതുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് വരുന്നു അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ വട്ടം വരച്ച് സർക്കിളാക്കി പദസൂര്യനൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകുന്നു. ദെൻ ആവശ്യമുള്ള പോയിൻറ്റ്സ് അതിൽ നിന്ന് എടുക്കുന്നു. ഇനി നെക്സ്റ്റ്, സബ് ഡിവൈഡ് യുവർ ടോപ്പിക് ഇൻ ടു മെയിൻ പോയിൻറ്റ്സ് ആൻഡ് ലിസ്റ്റ് കീവേഡ്സ്, ഫ്രേസസ് ആൻഡ് ഐഡിയാസ് അണ്ടർ ഈച്ച് ഓഫ് ദ മെയിൻ പോയിൻറ്റ്. പിന്നെ നമുക്ക് പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സബ് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഡിവൈഡഡ് ഇൻ ടു സോ മെനി നമുക്കറിയാവുന്ന പൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. അതായത് സബ് ടോപ്പിക്കായിട്ട് നോയ്സ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വാട്ടർ പൊല്യൂഷനിൽ വരുന്ന പോയിൻറ്റ്സ് എന്താണ് നമ്മൾ എഴുതുന്നു. സോയിൽ പൊല്യൂഷനിൽ വരുന്നത് സോയിൽ ഇറോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സബ് ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് അടുത്ത തരം. വർക്ക് വിത്ത് എ പാർട്ട്ണർ ആൻഡ് ലിസ്റ്റ് ഔട്ട് സോ മെനി ഐഡിയാസ് ആസ് പോസിബിൾ ഫോർ 5 minutes ഓൺ എ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ടു യു. അപ്പോൾ അടുത്ത മെത്തേഡാണ് ഇനി വർക്ക് വിത്ത് പാർട്ട്ണർ. അതായത് നിങ്ങൾ 2 പേരായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ 2 പേരും ഡിസ്കസ് ചെയ്തിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കീവേഡ്സും ഐഡിയാസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ്. ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. അപ്പോൾ ഓർഗനൈസിങ് യുവർ പേപ്പർ ഓർ ഔട്ട്ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. Write your essay may become a disquieting experience if you start writing without a well-prepared outline. ഇപ്പോൾ നിങ്ങളൊരു ഔട്ട്ലൈൻ ഇല്ലാണ്ട്, നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ഔട്ട്ലൈൻ ഇല്ലാണ്ട് എസ്സേ എഴുതാനിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി സക്സസ്ഫുൾ വൺ. Outlining is essential to bring in the required logical ordering of your idea. സോ നമുക്ക് വേണ്ടത് എന്താണ്? ലോജിക്കൽ ഓർഡറിങ്. ഔട്ട്ലൈനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ലോജിക്കൽ ഓർഡറിങ്. സോ ഇറ്റ് വിൽ സേവ് യുവർ ടൈം. അപ്പോൾ ഒരു ലോജിക്കൽ ഓർഡറിങ് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാം എഴുതാനിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ കിട്ടി, ക്രിട്ടിക് അഗെയിൻസ്റ്റ് മോഡേണൈസേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ, നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച് ഐഡിയ കിട്ടാണ്ടെയാണ് നമ്മൾ എഴുതി തുടങ്ങുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് എന്താ എഴുതണ്ടേന്ന് അറിയാണ്ട് നമ്മൾ കുറേ ആലോചിച്ചിരുന്നിട്ട് എന്ത് സംഭവിക്കും? ആ എക്സാമിൻ്റെ ടൈമിൽ നമ്മുടെ സമയം കുറേ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഔട്ട്ലൈനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കീപ്പ് യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹാൻഡി. അപ്പോൾ ഇവിടെ ഞാൻ തീസിസ് സപ്പോർട്ടിംഗ് പാരഗ്രാഫ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഔട്ട്ലൈനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ദ മെയിൻ ഐഡിയ ഓഫ് ദി എസ്സേ. നമ്മൾ എഴുതാൻ പോകുന്ന പോയിൻ്റ് എന്താണെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് ഡോണ്ട് ഡൈവേർട്ട് ഫ്രം ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ആ മെയിൻ ഐഡിയ വിട്ട് നമ്മൾ എങ്ങോട്ടും പോകരുത്. ഇപ്പോൾ ചിലർ നമ്മൾ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, പശുവിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കെട്ടിയ കയറിനെ കുറിച്ചും ആ കയറ് കെട്ടിയ തെങ്ങിനെ കുറിച്ചും തെങ്ങുമുണ്ടാവുന്ന തേങ്ങയെക്കുറിച്ചും ഒക്കെ എഴുതുന്നവരുണ്ടെന്ന്. അപ്പം അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഡൈവേർട്ടായി പോകരുത്. വി നീഡ് ടു സ്റ്റിക്ക് ഓൺ ദി സബ്ജക്റ്റ്. അതാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. ദെൻ ഡിസൈഡ് ദ കീ സബ് ടോപ്പിക്സ് ത്രൂ വിച്ച് യു വുഡ് ഡിഫെൻഡ് ഓർ എസ്റ്റാബ്ലിഷ് യുവർ പോയിൻറ്റ് ഇൻ ദ എസ്സേ.
പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, സബ് ടോപ്പിക്സ് ആണ്. അതായത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി നീഡ് ടു എക്സ്പ്ലെയിൻ ദി സബ് ടോപ്പിക്സ്. അപ്പോൾ ആ സബ് ടോപ്പിക്സിനെ കുറിച്ചിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും അതിന് ആവശ്യമായ, അപ്പോൾ സബ് ടോപ്പിക്സ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും, ഓർ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ വി നീഡ് ടു കളക്ട് ദ എവിഡൻസസ് ഓർ എക്സാമ്പിൾസ് ഫോർ ഇറ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. Then collect and keep ready sources that you would be using for quoting, elaborating or proving your stand or findings. പിന്നെ പറയുന്നത്, നിങ്ങളിപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ആക്കി, സബ് ടോപ്പിക് ഓക്കെ ആക്കി, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, റിസോഴ്സസ് ഓർ സോഴ്സസ് വേണം. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് കളക്ട് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ വല്ല കോട്ടൊക്കെയും പറയാം. ഇപ്പോൾ ഫ്രീഡത്തിനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാഗോറിൻ്റെ ഒരു ഫ്രീഡം എന്നുള്ളത് എടുക്കാം. ഫ്രീഡം ഫ്രം ഫിയർ ഈസ് റിയൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോട്ട് ചെയ്ത് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യണം, സോഴ്സസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എഴുതാം, ഇൻ ദ പോം ഫ്രീഡം ടാഗോർ സേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സോ ആ സോഴ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്താണ്, നമുക്കതൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്പ് ആവാത്ത പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും പോയിൻറ്റ്സ്, സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ള അറിവ് ഉണ്ടായിരിക്കണം. ദെൻ ഡിസൈഡ് ദ ഓർഡർ ഓഫ് പ്രസൻറ്റിങ് ദ സബ് ടോപ്പിക്സ്. ഇപ്പോൾ നമ്മൾ പിന്നെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർഡർ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം വേണം ആദ്യം എഴുതാൻ. പിന്നെ അതിനെ ഇമ്പോർട്ടൻ്റ് കുറയുന്നതനുസരിച്ച് എന്താണ്, പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതി പോവുക. That is, divide your top points into categories and arrange them in the order in which they are to be presented. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് ഓർഡർ ചെയ്യുക, ഏതാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യുബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആദ്യം പ്രസൻറ്റ് ചെയ്യുക. Then finally, put everything together using a method convenient to you. It is always better to use illustrations for your outline. പിന്നെ പറയുന്നത്, നിങ്ങൾക്ക് എഴുതേണ്ട ഒരു മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് എഴുതി വെക്കുന്നതിനെയാണ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ യു ക്യാൻ റിമെമ്പർ വെരി ഈസിലി, തെറ്റിപ്പോവില്ല. സോ ദർ ഈസ് നോ സെറ്റ് ഫോർമാറ്റ് ഫോർ പ്രിപ്പയർ ഔട്ട്ലൈൻസ്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ ഇന്ന ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഉണ്ടാക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, സബ് ടോപ്പിക്സ്, സോഴ്സ്, അതുപോലെ തന്നെ ഓർഡർ ഓഫ് പ്രസൻറ്റിങ് ഇറ്റ്, ദെൻ ദ മെത്തേഡ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, അതൊക്കെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഏത് മെത്തേഡാണ് നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറയുന്നത്, ആ മെത്തേഡ് നിങ്ങൾക്ക് ഔട്ട്ലൈനിങ്ങിനായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ശരിക്കും നമ്മൾ ഔട്ട്ലൈനിങ്ങിന് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ബാക്ക്ഗ്രൗണ്ട്, എയിംസ്, പിന്നെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ പോയിൻ്റ് 1, പോയിൻ്റ് 2, പോയിൻ്റ് 3, പോയിൻ്റ് 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോകുന്നു. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഡിങ് റിമാർക്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. So this is about organizing and outlining. ഇനി next is very important topic, thesis statement. Next is thesis statement. അപ്പോൾ thesis statement പഠിക്കുന്നതിനെക്കാട്ടി മുന്നേ we need to know about pyramid. അതായത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രികോണം കുത്തി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താണ് വരിക, ലീഡ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും മുകളിൽ വരിക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് ക്രൂഷ്യൽ ഓർ ഇമ്പോർട്ടൻ്റ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞാൽ ബോഡി പാരഗ്രാഫ് എന്നൊക്കെ പറയുന്ന പോലെ സബ് ടോപ്പിക് പോലെ വരുന്നതാണ്, ക്രൂഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാണ് സെക്കൻഡ് ലൈനിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ വാലാണ്, അതായത് ജനറൽ ഇൻഫർമേഷൻസ് ആണ് അതിന് കൊടുക്കുന്നത്. സോ ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം എഴുതി, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് അതിൻ്റെ താഴെ എഴുതി, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പിന്നെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും താഴെ എഴുതി, അങ്ങനെ എഴുതി പോകുന്നതാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. ജേർണലിസത്തിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. വാട്ട് ഈസ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്?
ഇറ്റ് പ്ലേസ്ഡ് ഇൻ ദ ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It is the main idea of the paper. Okay, main idea of the paper. It contains your stance on the topic you are writing about, and it is your main argument that you will find in your body of the paper. സോ ഇവിടെ ലാസ്റ്റിലാണ് എഴുതുകയെന്ന് പറയുന്നതെങ്കിലും നമ്മുടെ അക്കാദമിക് എസ്സേയിൽ നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് സെക്കൻഡ് ഓർ തേർഡ് സെൻറ്റൻസഡ് ആയിട്ടാണ് വരേണ്ടത്. നമ്മൾ അക്കാദമിക് എസ്സേയിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ഓർ തേർഡിലായിട്ട് സെൻറ്റൻസിലൊക്കെ ആയിട്ട് വേണം വരാനായിട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആ ഭാഗമായിരിക്കും. സോ ഇറ്റ് ഈസ് കംഫർട്ടബിൾ ദം ടു ക്യാച്ച് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിലെന്താണ് മെയിൻ ഐഡിയ ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഓർ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ് ഷുഡ് ബി കമ്പോസ്ഡ് ഓഫ് ഓൺലി വൺ സെൻറ്റൻസ്. അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസിൽ നിർത്തണം എന്നാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാറ്. എങ്കിലും യു ക്യാൻ ആഡ് വൺ മോർ സെൻറ്റൻസ്, അതായത് 2 സെൻറ്റൻസിലൊക്കെ നിർത്താം. അതായത് ചില തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 1 സെൻറ്റൻസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സോ നമുക്ക് മാക്സിമം 2 സെൻറ്റൻസ് വരെ പോവാം. ഇറ്റ് ഷുഡ് ബി കൺവിൻസിങ്, ലോജിക്കൽ ആൻഡ് പ്രസൻറ്റഡ് ഇൻ എ പെർസ്യൂസീവ് മാനർ. അപ്പോൾ ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദ മെയിൻ ഐഡിയ ഇറ്റ് ഷുഡ് ബി കൺവിൻസിങ്, മറ്റുള്ളവർക്ക് കൺവിൻസ് ആവുന്ന പോലെ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത് യുക്തിപരമായിട്ട് റീസണബിൾ ആയിരിക്കണം. ആൻഡ് പ്രസൻറ്റഡ് ഇൻ എ കൺവിൻസിങ് മാനർ, അതായത് പെർസ്യൂസീവ് മാനർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് എന്ത് വേണം, പിന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോജിക്കൽ ഓർഡറിങ് വേണം, നമ്മളത് ഓൾറെഡി പറഞ്ഞു. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ആൻ എസ്സേ. നമ്മുടെ എസ്സേയുടെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയുന്നത് തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. It holds together the different sections in an essay, usually introduced in the opening paragraph. അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ്? ഓപ്പണിംഗ് പാരഗ്രാഫിലാണ് നമ്മൾ എഴുതാറ്, അതായത് ഇൻട്രൊഡക്ഷനിലാണ് എഴുതാറ്. എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അലോസ് ദ റീഡർ ടു നോ വാട്ട് ദ എസ്സേ ഈസ് അബൌട്ട്. അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കർത്തവ്യം എന്താണ്? ഇറ്റ് അലോസ് ദ റീഡർ ടു നോ വാട്ട് ദ എസ്സേ ഈസ് അബൌട്ട്. എസ്സേ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നു. ബൈ പ്രസൻറ്റിംഗ് യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ എസ്സേ, യു ആർ arranging your essay is inverted pyramid style. That is, the key idea of your essay are arranged in order of their importance, where more important ideas are followed by less important ones. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സെക്കൻഡ് ഓർ തേർഡ് സെൻറ്റൻസ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിലായിരിക്കും പോവുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻ്റ് ആദ്യം എഴുതുന്നു, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് വരുന്നത് പിന്നെ എഴുതുന്നു, അങ്ങനെ എഴുതി പോകുന്നു. ലെസ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഏറ്റവും അവസാനം എഴുതുന്നു. Depending on the type of the essay you want to write, you may be required to write different types of thesis statements. അപ്പോൾ നിങ്ങളുടെ എസ്സേ എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ ബേസിലാണ് നിങ്ങൾ thesis statement എഴുതേണ്ടത്. If your essay is expository in style, you usually write an expository thesis statement, whereas argumentative essays need argumentative thesis statement. In the most essays in science and social sciences discipline, the rule of the thesis statement is to announce the subject. In humanities, where a writer presents an argument or a claim that needs to be defended, use of argumentative thesis statements become necessary. The argumentative thesis statement is debatable, and in this sense, it leaves space for other ways of looking at the topic by other academicians. അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തും കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ യൂഷ്വലി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ സയൻസുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വരുന്ന തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇറ്റ് അനൗൺസ് ദ സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കണം തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. സോ ആർഗ്യുമെൻറ്റേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? തീസിസ് സ്റ്റേറ്റ്മെൻറ്റും ആർഗ്യുമെൻറ്റേറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഡിബേറ്റബിൾ ആണ്. സോ എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ അതായത് ഈ ടോപ്പിക്സിനെ കുറിച്ച് വേറൊരു വ്യൂ പോയിൻറ്റും കൂടി അക്കാഡമിഷ്യൻസിന് ഉണ്ടാക്കാനായിട്ടുള്ള കാരണമായിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങളുടെ എസ്സേ എക്സ്പോസിറ്ററി, അതായത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എസ്സേ ആണെങ്കിൽ നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റും എക്സ്പോസിറ്ററി ആയിരിക്കണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ആർഗ്യുമെൻറ്റേറ്റീവ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റും ആർഗ്യുമെൻറ്റേറ്റീവ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ദ റോൾ ഓഫ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു അനൗൺസ് ദ സബ്ജക്റ്റ്. ദ റോൾ ഈസ് അനൗൺസ് ദ സബ്ജക്റ്റ്. ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിൽ എങ്ങനെയാണ്, നമ്മളുടെ റൈറ്ററിന് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ആൻ ആർഗ്യുമെൻ്റ് ഓർ എ ക്ലെയിം ദാറ്റ് നീഡ് ടു ബി ഡിഫെൻഡഡ്. അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ആർഗ്യുമെൻ്റ് ഓർ ക്ലെയിമാണ് അവരവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇനി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ there is no fixed role in academic writing on the position of thesis statement with the introductory paragraph, and thesis statement need not necessary to be one sentence. അപ്പോൾ നമ്മളത് ഓൾറെഡി പറഞ്ഞു, നമ്മൾ പറഞ്ഞത് ലാസ്റ്റിൽ പ്ലേസ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു പ്ലേസ് ഇൻ ദ തേർഡ് സെൻറ്റൻസ്, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, നീഡ് നോട്ട് നെസസറി ബി വൺ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൽ തന്നെ നിർത്തണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു 2 sentences വരെ ആക്കാം. If your essay addresses a subject in depth, you are free to write thesis statement in more than one sentence. അപ്പം നിങ്ങളുടെ എസ്സേ എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഇൻ ഡെപ്ത് ആയിട്ട് പോകുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, യു ആർ ഫ്രീ ടു റൈറ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മോർ ദാൻ 1 sentence. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 1 sentenceൽ നിങ്ങൾക്ക് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ താങ്ക് യു.